പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനകളിലെ വചന സന്ദേശത്തിൽ നമ്മൾ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പ്രത്യേകം ചിന്തകൾ ഉണർത്തിയിരുന്നു. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് നമുക്ക് പല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. എളിവനായ എനിക്ക് വേണ്ടി മാത്രമല്ല, സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മായ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭ മുഴുവനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, സാർവത്രിക സഭയ്ക്ക് വേണ്ടി. പരിശുദ്ധ പിതാവും പല പല രാജ്യങ്ങളിലെ സഭയിലെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ അസമാധാനമുണ്ടോ, എവിടെയൊക്കെ ഭിന്നതകളുണ്ടോ, നമ്മുടെ സഭയിലും ഭിന്നതകളിലുള്ള പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ സമാധാനം ലഭിക്കുന്നതിന് കൂടുതൽ കൂട്ടായ്മയും ശക്തിയും വരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ആ പ്രത്യേകമായ സാഹചര്യങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, അതേതേത് സാഹചര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. നമ്മുടെ സഭ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ അതിനെയും മുന്നോട്ട് പോകും. കാരണം നമ്മളല്ല സഭ നടത്തുന്നത്, കർത്താവായ ഈശോ മിശിഹായാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെയും ഇവിടെയും ഒക്കെയുള്ള ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് മാത്രമേ തൻ്റെ കൃപയാൽ അത് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. ഞാൻ ഒരല്പസമയം എൻ്റെ ശിരസ്സ് നമിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക. സ്തുതിപ്പുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് സഭയെയും എന്നെയും മറ്റ് സഭാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കുക. വലതുകരം ഉയർത്തിപ്പിടിച്ചു, വലതുകരം ഉയർത്തിപ്പിടിക്കുക. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർവശക്തിയോടെ നമ്മുടെ പ്രിയം നിറഞ്ഞ അഭിവന്യ പിതാവിന് വേണ്ടി, സാർവത്രിക സഭയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി, ഓരോ ഇടവകയ്ക്ക് വേണ്ടി, ഓരോ രൂപതകൾക്ക് വേണ്ടി, ഓരോ ഫൊറോനകൾക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ തന്നെ സങ്കീർത്തനം 57:2 വചനം എടുത്തുപയോഗിച്ച് 2 കരം ഉയർത്തിപ്പിടിക്കുക. 2 കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുസഭയ്ക്ക് വേണ്ടി, തിരുസഭ അധികാരികൾക്ക് വേണ്ടി വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധനാ സമൂഹത്തിൽ ചെന്നുകൊണ്ട് അഭിമന്യ പിതാവിന്റെ ശക്തിപ്പെടുത്തുക, ആത്മാവിൽ ശക്തിപ്പെടുത്തുക. പിതാവായ ദൈവത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് സാധിപ്പിച്ചു തരും.